ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നൊരു ദിവസം കൂടെ ഉള്ളു പട്ടായയിൽ. നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്ത് രാത്രി വെളുപ്പിന് 1 മണിയാകുമ്പോൾ നമ്മൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഇന്ന് രാത്രി കഴിക്കാനായിട്ട് മലബാർ ഹോട്ടലിൽ നിന്ന് കിട്ടി കേട്ടോ ഫുഡ്. നമ്മുടെ കേരള ഹൗസ് റെസ്റ്റോറൻറ്റിൽ ഇന്നലെ പോയി, അതിൻ്റെ തൊട്ടടുത്ത് മലബാർ ഹോട്ടൽ കണ്ടുപിടിച്ച് അവിടുന്ന് ദോശയും ചമ്മന്തി ഒക്കെയാണ് കിട്ടിയത്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, കാരണം എൻ്റെ ഫേവറേറ്റാണ് ദോശ. അപ്പം 2.5 കിലോമീറ്റർ നടന്നു പോയി വാങ്ങിച്ചോണ്ട് വന്നതാണ് കേട്ടോ എനിക്ക് വേണ്ടിയിട്ട്. എനിക്ക് കേരള ഫുഡ് ഇല്ലാണ്ട് ഭയങ്കര പാടായിരുന്നു. എന്തായാലും സെറ്റ് ചെയ്ത്. അപ്പം ഞാൻ 3 ദോശ കഴിക്കത്തില്ല, പക്ഷെ 3 ദോശ എടുത്ത് വിശക്കും അതുകൊണ്ട് എടുത്ത്, പിന്നീട് വിശക്കും അതുകൊണ്ട് എടുത്ത്. പിന്നെ ഇതെന്താണ് ചേട്ടാ കറി? മുട്ടക്കറി ഉണ്ട്. അതുപോലെ ഇതെന്താണ്? സാമ്പാർ. മുട്ടക്കറി, സാമ്പാർ, ചമ്മന്തി. കഴിക്കാം. 260 ബാത്ത്. 260 രൂപയാണ് കേട്ടോ. അതായത് 260 ബാത്ത്, അതായത് നമ്മുടെ 500 രൂപയാണ്. 600 രൂപ. നമ്മുടെ നാട്ടിലെ 600 രൂപയാണ് കേട്ടോ ആദ്യത്തെ ഫുഡിന്. ശരി, അപ്പൊ നമുക്ക് കഴിക്കാം. ബൈ. നമ്മളിതാ പട്ടായയിൽ നിന്ന് DMK എയർപോർട്ടിലോട്ട് വന്നു. ഇവിടെ നേരെ ചിയാങ്റായി ഇന്റർനാഷണൽ എയർപോർട്ടിലോട്ടാണ് പോകുന്നത്. ഇനി 2 ദിവസം അവിടെ ആയിരിക്കും നമ്മൾ. ഇതാണ് നമ്മൾ വന്ന വണ്ടി. അപ്പം അകത്തോട്ട് പോകാം. ാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മുടെ സീറ്റ് 53-ലാണ്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യണ്ട. അപ്പോൾ നമ്മൾ 53-ൽ വന്നു. അവിടെ 53. അപ്പം നമ്മൾ അങ്ങോട്ട് നടക്കുകയാണ്. വിശന്നിട്ട് വയ്യായിരുന്നു. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന സാധനങ്ങളിൽ ഈ ക്രസൻറ്റ് മാത്രമേ ഉള്ളൂ എനിക്ക് അറിയാവുന്നേ. അതുകൊണ്ട് ഞാൻ ഇത് വാങ്ങി. ബാക്കിയൊക്കെ നമുക്ക് അറിയാത്ത സാധനങ്ങളാണ്, ഫുഡ് ഐറ്റംസ്. അപ്പം ഇത് വാങ്ങി കഴിക്കാൻ. ഇപ്പോൾ സമയം എത്രയായി? 4 മണിയാണ്. ഗൈസ്, ഞാൻ വിശക്കുമ്പം കഴിക്കാൻ വേണ്ടിയിട്ട് മലബാർ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇന്നലെ വാങ്ങിയ ദോശ വെച്ചിട്ടുണ്ടായിരുന്നു. അവരാ ദോശ എടുത്ത് മാറ്റി. അപ്പോൾ എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ക്രസൻറ്റ് വാങ്ങി. ഇത് മാത്രമേ ഉള്ളൂ എനിക്കതിനകത്ത് അറിയാവുന്നേ. ബട്ടർ ക്രസൻ്റാണ്, അതും വെള്ളവും. എൻ്റെ ദോശയും ചമ്മന്തിയും കണ്ട് അവരിങ്ങനെ നോക്കുന്നു എന്ത് സാധനമാണ്. അപ്പോൾ എന്നിട്ട് അവരതെടുത്ത് മാറ്റി. എന്നിട്ട് എൻ്റെ സൺസ്ക്രീനും എടുത്ത് മാറ്റി. അതിനകത്ത് ഏതോ ഒരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്, അപ്പോൾ അത് പ്ലെയിനിൽ കയറ്റാൻ പറ്റില്ല പറഞ്ഞിട്ട്. ശരി, അപ്പോൾ ഞാൻ കഴിക്കട്ടെ. ടേസ്റ്റുണ്ട്. തൽക്കാലം ഒരു ആശ്വാസം കിട്ടും കഴിക്കുമ്പോൾ. പക്ഷെ നമ്മളെങ്ങനെ ഇവിടെ എല്ലാവരും തായ് ലാംഗ്വേജ് മാത്രമേ സംസാരിക്കത്തുള്ളൂ, ഇംഗ്ലീഷ് പോലും സംസാരിക്കത്തില്ല. പിന്നെ പറഞ്ഞാണ് മനസ്സിലാക്കുന്നത്. കയറാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം പോകുന്നത് ചിയാങ്റായിലോട്ടാണ്. ചിയാങ്റായിലെന്ന് വെച്ചാൽ മറ്റേ ലലിറ്റ കഫേ, അതുപോലെ തന്നെ വൈറ്റ് ടെമ്പിൾ, ഗോൾഡ് ടെമ്പിൾ, ബ്ലാക്ക് ടെമ്പിൾ, ഇതൊക്കെയുള്ള സ്ഥലത്തോട്ടാണ് പോകുന്നത്. അപ്പം നമ്മൾ ഫ്ലൈറ്റ് ഇരിക്കുക. നമ്മുടെ തൊട്ടടുത്ത സീറ്റിൽ ആരുമില്ല. അതുകൊണ്ട് നമ്മുടെ 3ാമത്തെ ഫ്ലൈറ്റ് ആണ് കേട്ടോ അങ്ങോട്ട്. ഇനിയും 3 ഫ്ലൈറ്റ് ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ പോകുന്നത് ചിയാങ്റായിലോട്ടാണ്.
excited seat pocket at all times. Please keep an eye on your personal belongings. We wish you safe and pleasant flight. Thank you. signature จากไทยเอเชียอย่างชาไทยไข่กุกครับชาไทยสถานฟ้าเมนูขายดีของเราเพียงที่ละ100 บาทเท่านั้น അപ്പം നമ്മൾ ചിയാങ്റായിലെത്തി. നമ്മുടെ ബാഗ് വരുന്നു. ഞാൻ എടുത്തോളാം. ഓക്കെ, നമ്മളിതാ ബാഗ് എടുത്ത് ഇറങ്ങി. നമ്മളെ വെയിറ്റ് ചെയ്ത് പുറത്ത് ആൾ നിൽപ്പുണ്ട്. യെസ്, സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ വന്ന് ഇറങ്ങിയ എയർപോർട്ട് ഇതാണ്, ചെങ്ങനാട് ഇന്റർനാഷണൽ എയർപോർട്ട്. നമ്മളിത് നെക്സ്റ്റ് ഹോട്ടലിൽ വന്നു. അപ്പം ഇവിടെ ചെക്കിൻ ടൈമിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ ചെക്കിങ്ങിൻ്റെ എല്ലാം കാര്യങ്ങളും കൊടുക്കുവാണ് ഇവിടെ. ആണ് നമ്മുടെ റൂം. ചിയാങ്റായിൽ വന്നിട്ടുള്ള റൂം ഇതാണ്. നമുക്ക് ഇത്രയും നിന്നിടത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട റൂം ഇതാണ്. കാരണം ഇതിനൊരു പഴയ ട്രഡീഷണൽ ടച്ച് ഉണ്ട് കേട്ടോ ഈ റൂംസിന്. ട്രഡീഷണൽ ടച്ചുള്ള ഒരു ട്രഡീഷണൽ എന്ന് വെച്ചാൽ മോഡേൺ പ്ലസ് ട്രഡീഷണൽ ടച്ചുണ്ട്. അതുപോലെ തന്നെ നല്ല മിററിങ്ങും കാര്യങ്ങളൊക്കെ നല്ലതാണ്. എല്ലാം അടിപൊളിയാണ് ഇവിടുത്തെ. മറ്റ് നിന്നതിനേക്കാട്ടിൽ കൊള്ളാം ഇവിടെ. പിന്നെ ഞാനൊരു മനസ്സിലാക്കിയൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ ബാത്റൂംസിലെല്ലാം ബാത്ത് ടബ്ബാണ് കൂടുതലും. ബക്കറ്റൊന്നുമില്ല, ബാത്ത് ടബ്ബാണ്. നിന്നിടത്തെല്ലാം അങ്ങനെ തന്നെയാണ്. ഓക്കെ, നമ്മളിത് പുറത്തോട്ട് ഫുഡ് കഴിക്കാൻ ഇറങ്ങുവാണേ. കണ്ടോ, ഇതെങ്ങനെയാണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ തുറന്നിട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഇതാണ് കേട്ടോ വ്യൂ. ഇതാണ് നമ്മുടെ റൂം 201. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ഓരോ ഹൗസസ് പോലാണ് കേട്ടോ ഓരോ റൂം കൊടുത്തേക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ് ഓരോ റൂംസും. അതുപോലെ ഇതൊരു സ്പാ റിസോർട്ടാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ആയുർവേദിക് സെൻറ്ററിലൊക്കെ പോയ ഒരു ഇതുപോലുണ്ട് കാണാൻ മൊത്തത്തിൽ. കഴിക്കാൻ വേണ്ടിയിട്ട് വല്ലതും കിട്ടുമോ അറിയാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ആക്ച്വലി ഇവിടെ എവിടെയാണ് നിയർ ബൈ ഷോപ്സ് എന്നൊന്നും അറിയത്തില്ല. സോ ഹോട്ടലിൽ നിന്ന് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഹോട്ടലിൽ നിന്ന് അങ്ങനെ കൊടുക്കില്ല, നമുക്ക് നോക്കാം. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ലേ കിട്ടുള്ളൂ. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ കഴിച്ചില്ല, ഇപ്പോഴാണ് വന്നത്. സോ നോക്കണം എന്തെങ്കിലും ഉണ്ടോയെന്ന്. അങ്ങോട്ട് പോവാം. കണ്ടോ, നല്ല ഭംഗിയാണ്. മൊത്തം ഇതേ സ്ട്രെയിറ്റ് ചെന്നിട്ട് ലെഫ്റ്റ് ചെല്ലുമ്പോഴാണ് ഫുഡെന്ന് പറഞ്ഞു കേട്ടോ ഗൈസ്. അപ്പം നമ്മൾ അങ്ങോട്ട് പോവാം. കൊള്ളാം. ഇവിടുത്തെ പിന്നെ ട്രാവലിംഗ് ഒഴിച്ച് ബാക്കിയെല്ലാം കൊള്ളാം കേട്ടോ. ട്രാവലിംഗ് ഭയങ്കര പാടാണ്. ഓരോരുത്തരോട് എത്തുമ്പോഴും അവരുടെ ബിഹേവിയറും ഒക്കെ നല്ല പാടാണ് സഹിക്കാൻ.
പിന്നെ എനിക്ക് കുറച്ച് ആങ്കർ ഇഷ്യൂസ് ഉണ്ടായതുകൊണ്ട് ഞാൻ കയറി ചാടി വീഴുന്നുണ്ട് എല്ലായിടത്തും. അങ്ങനെ നമ്മൾ കഴിക്കാൻ പോവാണ്. റെസ്റ്റോറൻ്റ് എന്ന് എഴുതിയിരിക്കുന്നില്ല, എന്നിട്ട് അങ്ങോട്ട് പോകാം. ഒരു ട്രഡീഷണൽ ടച്ച് കേട്ടോ ആകെ മൊത്തം. കൊള്ളാം. ഇത് ഈ സൈക്കിൾ റിക്ഷ നോക്ക് ഗൈസ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇതാണ് കേട്ടോ ഹോട്ടല്, റെസ്റ്റോറൻറ്റ് ഇതാണ്. ഒരു കാര്യം എന്തെങ്കിലും കിട്ടുമോ നോക്കാം. 10 മണിക്ക് അടയ്ക്കും ബ്രേക്ക്ഫാസ്റ്റ്. നോക്കാം. ഓറഞ്ച് ജ്യൂസ് കൊണ്ടുവന്നു. ഇനി നമ്മൾ ബ്രെഡും പിന്നെന്താണ് ബട്ടർ ജാമ് ബ്രെഡ് പിന്നെ സ്ക്രാമ്പിൾഡ് എഗ്സ് ഇത്ര കേട്ടോ പറഞ്ഞു. വേറെല്ലാം കഴിഞ്ഞു എന്നല്ല, ഇവിടുത്തെ ആക്ച്വലി ബ്രേക്ക്ഫാസ്റ്റ് ടൈം കഴിഞ്ഞു. എന്നിട്ടാണ് നമ്മൾ എത്തിയത് ഇവിടെ. അപ്പോൾ ഫുഡ് നമ്മൾ പേ ചെയ്യണം, നമ്മുടെ ഏജൻസി പേ ചെയ്തോളാം എന്ന് പറഞ്ഞു, കോമ്പൻസേഷൻ പോലെ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനിരിക്കുക. സെറ്റ് കൊണ്ടുപോകും. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് എന്നിട്ട് ഇത് ഇവിടെയൊക്കെ ഉള്ള ഓരോ സാധനത്തിലും കയറി ഇങ്ങനെ നടക്കും. കൊള്ളാം. ബ്രേക്ക്ഫാസ്റ്റ് വേറെ ഒന്നും ഇല്ലായിരുന്നു, ബ്രെഡായിരുന്നു. ബ്രെഡ്, ബട്ടർ, ജാം, ഫ്രൂട്ട്സ്, പിന്നെ സോസേജ്, ചീസൊക്കെ ഇതൊക്കെയായിരുന്നു. പിന്നെ ഓറഞ്ച് ജ്യൂസ്. ഇത്രയും കഴിച്ചു. ഇത് ഇവിടെയൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് അകത്തൊക്കെ ഒന്ന് ചുറ്റി കാണണം. എന്നിട്ട് റൂമിൽ പോകണം. എന്നിട്ട് നമുക്ക് വൈകുന്നേരം കുറേ സൈറ്റ് സീയിങ് ഉണ്ട്, അവിടെ പോകണം. ഇതാണ് നമ്മൾ നിൽക്കുന്ന റിസോർട്ട്. കഴിഞ്ഞിട്ട് നമ്മുടെ റൂമിലേക്ക് വന്നു. റൂം നമ്മളപ്പം എന്താ റൂമിലോട്ട് പോവാണേ. കുറച്ചുകൂടി ഇവിടെ ഇരിക്കാം. അപ്പം ഗൈസ് ഇതാണ് കേട്ടോ നമ്മളുടെ ലഞ്ച്. വേറെ ഒന്നും നമ്മൾ കഴിക്കുന്ന ഫുഡ് ഇല്ല. ഇത് മാത്രമേ ഇച്ചിരി ഫെമിലിയർ ആയിട്ടുള്ളത് കണ്ടുള്ളൂ, ബർഗർ. അതുകൊണ്ട് ഇതാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തേ. നമ്മൾ കഴിക്കാൻ പോവാം ലഞ്ച്. നീണ്ട നേരത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മളിത് അഗെയിൻ അടുത്തൊരു ഡെസ്റ്റിനേഷനിലോട്ട് പോവുകയാണ്. നമ്മളിപ്പോൾ പോകുന്നത് ലെലിറ്റ കഫേയിലോട്ടാണ് കേട്ടോ. വൻ വെട്ടീരാണ് കേട്ടോ നമ്മളെടുത്ത ടീം. അപ്പോൾ നമ്മളെല്ലാവരോട്ടും അടിയൊക്കെ ഇട്ടതിന് ശേഷം നമ്മളിപ്പോൾ ലെലിറ്റ കഫേ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പം കാറ് വന്ന് പോകാനുള്ള നമുക്ക് പോവാം. അവിടെ എത്തിയിട്ട് കാണാം. നിൽക്കുന്ന ലെലിറ്റ കഫേയിലാണ്. നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചൊരു സ്ഥലമാണ് കേട്ടോ ഇത്. നമുക്ക് വന്ന് കയറി നോക്കാം. ഓക്കെ, വാ. നമുക്ക് നോക്കാവേ. ഇവിടെ ടിക്കറ്റ് 60 ബാht ടിക്കറ്റ്. അപ്പം നമ്മളുടെ 60ൻ്റെ 2 ടിക്കറ്റ് എടുത്തു. 60 ബാറ്റാണ് കേട്ടോ ടിക്കറ്റ്. Oh my God, ഹെവനിൽ പോയതുപോലെ ഉണ്ട് ഗൈസ്. ഹെവനിൽ പോയതുപോലെ ഉണ്ട്. ദിസ് ഈസ് സോ ഗുഡ്. നല്ല രസമുണ്ട്. നമുക്ക് കാണാം, അകത്തെ കാഴ്ചകൾ കാണാം.
ഇങ്ങോട്ട്. ഭയങ്കര ഭംഗിയാ ഗൈസ്, ഭയങ്കര ഭംഗിയാ. എന്ത് ഭംഗിയാ നോക്ക്, ഈ സൈഡ് നോക്ക്. ഒറിജിനൽ ഫ്ലവറാ. വാ ഇങ്ങോട്ട് ഇങ്ങോട്ട്. ഞാൻ ദിസ് ഈസ് സോ നൈസ്. ഇരിക്കണേ ഇങ്ങോട്ട് നോക്ക്. ഞാൻ ആക്ച്വലി ഇത് സ്വർഗത്താണ് വന്നേ. I don't know. Oh my God. Thank you so much. അടിപൊളി. എനിക്കൊരു റീലും കൂടെ വേണം. നല്ല ഭംഗിയല്ലേ? ഫുൾ ഇങ്ങനെയാണ് ഗൈസ്, ഒരു ഹെവൻ, ലൈക്ക് ഹെവൻ. ഇതാണ് ഇതിനുള്ളിലെ കഫേ കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് ഫുഡൊക്കെ വേണമെങ്കിൽ കഴിക്കാം. അങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഫുഡ് മസാജ് ഉണ്ട്. ഇവിടെ തീർന്നു. ഈ കഫേയിൽ കയറി ഫുഡ് കഴിക്കാൻ ഉള്ളിൽ കയറി ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാം, വാട്ടർഫോൾസ് കാണാം. ഇതാണ് കേട്ടോ ഇവിടുത്തെ മെയിൻ. അയ്യോ ഇവിടെ നമ്മൾ പോയതാ. ഞാൻ അങ്ങോട്ട് ഇരിക്കട്ടെ. സൂപ്പർ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത്രയും നല്ലൊരു അടിപൊളി കഫേ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കഫേ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം, എന്താ പറയണ്ടേ, ഹെവൻ. ഗൈസ് എനിക്ക് അറിയാൻ പാടില്ല എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന്, കാരണം അത്ര സൂപ്പറാണ്. എല്ലാം കൊള്ളാം, ഓരോ മുക്കും മൂലയും കൊള്ളാം ഇവിടുത്തെ. നല്ല രസമുണ്ട് കേട്ടോ. വാ ഇങ്ങോട്ട് വാ. അതിമനോഹരം. ഇത് ഇവിടുന്ന് സ്പ്രേ ചെയ്യുന്നുണ്ട് കേട്ടോ, ഇങ്ങനെ ഓരോ സ്ഥലത്ത് വെച്ചിട്ട്. അത് വാട്ടർ ആണെന്ന് തോന്നുന്നു കേട്ടോ. ആക്ച്വലി ഇത് ഭയങ്കര അടിപൊളിയാണ് ഗൈസ്. നിങ്ങൾ വിചാരിക്കുന്നത് ലളിത കഫേ. നാട്ടിൽ ഇതുപോലൊരു കഫേ ചെയ്യണം ഇല്ലേ? പൊളിക്കും. അടിപൊളി. നമുക്കിവിടെ ഇരിക്കാം, ഇവിടെ ഇരുന്ന് കോഫി ഒക്കെ കുടിക്കാം. അതുപോലെ തന്നെ നമുക്ക്
കോഫി കുടിച്ചുകൊണ്ട് വാട്ടർഫോൾസ് ഈ കാണാം. ആംബിയൻസിൽ ഇരുന്ന് ഒരു കോഫി കുടിച്ചാൽ പോലും ഭയങ്കര വർത്താണ്. എൻ്റെ പൊന്ന് കഴിച്ച് എനിക്കൊന്നും പറയാനില്ല. ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ വണ്ടടിച്ചിരിക്കുക. ഇങ്ങനെയൊക്കെ പറ്റുമോ എന്നുള്ള കാര്യം, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു കഫേ കാണുമോ എനിക്കറിയില്ല. കാരണം അത്രയും സൂപ്പറാണ്. ഐ എം സോ ഹാപ്പി. ഇതിലെനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ള നിതിനോടാണ്. നിതിൻ എൻ്റെ ലൈഫ് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇതൊന്നും കാണത്തില്ലായിരുന്നു. ഒന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തേ ഇല്ലായിരുന്നു. ശരിക്കും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇതൊക്കെ കാണാൻ ഈ ജന്മത്തിൽ പറ്റുമെന്ന് വിചാരിച്ച കാര്യങ്ങളല്ല ഇതൊക്കെ. പക്ഷിയെല്ലാം കണ്ടു. അപ്പം ഗൈസ് നമ്മൾ അങ്ങോട്ട് പോവാണേ. ഇനി നമുക്ക് ഒരു റീലും കൂടെ എടുക്കാമെന്ന് വിചാരിക്കാം. എന്തായാലും ഇത്ര കഷ്ടപ്പെട്ടിവിടെയൊക്കെ വന്നേ. ഒരു റീലും കൂടെ എടുത്തിട്ട് നമുക്ക് പോവാം. Nice. നമ്മളിപ്പം വന്നേക്കുന്നത്, ഞാൻ ഒരുമാതിരി ചാപ്പറി വേഷം, നിങ്ങളത് നോക്കണ്ട. ഹോട്ടലിൽ നിന്ന് നമ്മളൊരു ടാക്സി വിളിച്ച് വന്നേ കേട്ടോ. നമ്മൾ വന്നിരിക്കുന്നത് ചിയാങ് റായിലുള്ള ഒരു നൈറ്റ് ബസാറിലോട്ടാട്ടോ. ഈ ഷോപ്പിങ്ങിനൊക്കെ പറ്റും. നമുക്ക് നോക്കാം. അയ്യോ, എൻ്റെ കമ്മൽ അവിടെ ഇരിക്കുന്നു. ഇത് നൈറ്റ് ബസാറാണ്. ഇവിടെ സാധനങ്ങൾ കാണിക്കടാ. ഇതേ കൊള്ളാല്ലേ. ഇവിടെ എല്ലാത്തിനും റേറ്റ് കുറവ് കേട്ടോ. ഇതൊക്കെ സൂപ്പറാണ്. ഇത് ഷോൾസ് ആണ്. സ്കാർഫ്, തായ് സിൽക്ക്, കോട്ടൺ. ഹാവ്, കൊള്ളാം കേട്ടോ. ഞാൻ മറന്നു പോകും, അതുകൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞു. ഇത് അടിപൊളിയാണ് കേട്ടോ എല്ലാം. ഇല്ല, അത് വേണ്ട. അത് ഒരു രസമില്ല. നമ്മുടെ കൂട്ടത്തെ അല്ലല്ലോ. വേണ്ട. ഗൈസ്, ഇവിടെ നല്ല ഡ്രസ്സുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നല്ലൊരു ബസാറാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എനിക്ക് രണ്ടർക്കും ഇഷ്ടപ്പെട്ടു. ചിയാങ് റായിലുള്ള നൈറ്റ് ബസാർ. ഫുഡ് ഐറ്റംസ് അങ്ങോട്ടുണ്ട്. ഇതെനിക്ക് തോന്നുന്നു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ കട. ഇത് പൊരിപ്പ് സാധനങ്ങളാണ് കേട്ടോ ഇവിടെ മൊത്തം. ഇതൊക്കെ ഫുഡിൻ്റെ ഇതൊക്കെ പച്ച ഇത് മീനുകളാണ്. എടേ, ഒത്തിരി ഇങ്ങനെയൊക്കെ പിടിക്കാതെ, നീ ഇങ്ങനെ ഒന്ന് ക്ലോസ് ചെയ്യടേ, ഇങ്ങനെ ഫുൾ വീഡിയോ എടുക്കാതെ. നമ്മളുടെ പച്ചക്കറികളാണ് കേട്ടോ. ഈ ക്യാബേജ് നിങ്ങൾ ശ്രദ്ധിച്ചോ?
കുഞ്ഞ് ക്യാബേജ് കണ്ട, കുഞ്ഞ് ക്യാബേജ്, നമ്മുടെ മുക്കുറ്റി പോലെ എന്തോ ഒരു സാധനം. പിന്നെ ഫിഷ്, ഓയിസ്റ്റർ, ബ്രക്കോളി, വഴുതനം, പിങ്ക് കളർ മുട്ട, നത്തയ്ക്ക, പിന്നെ ഫിഷസ് എല്ലാം ഉണ്ട്. ഫ്രൂട്ട്സിൻ്റെ ഷോപ്പാണ്. ഫ്രൂട്ട്സ് അഗെയിൻ പിങ്ക് മുട്ട. ഇതെന്താണ് ഇങ്ങനെ കോഴി മുട്ട ഇടുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഈ സാധനം വേറെ ഒന്നുമല്ല, നമ്മുടെ ഇതാണ് മാംഗോ സ്റ്റിക്ക് റൈസ് ആണ് കേട്ടോ ഇതിനകത്ത്. പിന്നെ ബാക്കി പച്ചക്കറികളെല്ലാം അങ്ങനെ തന്നെ. എന്തോ ഒരു മീനാണ്, ലോബ്സ്റ്ററാന്ന് തോന്നുന്നു, വലിയ ലോബ്സ്റ്ററാന്ന് തോന്നുന്നു കേട്ടോ. പൾസസ് എല്ലാം ഇങ്ങനെ ചെയ്ത് വെച്ചേക്കുന്നത്, നമ്മുടെ അണ്ടിപ്പരിപ്പും സാധനങ്ങളൊക്കെ. ടേബിളിൽ വെച്ച് പാചകം ചെയ്തൊക്കെ കഴിക്കുന്നു കേട്ടോ വൈസ്. എല്ലാം മറ്റേ നാരങ്ങാ നീരിൽ ഇതങ്ങ് ഇടും, അതാണ് ചെയ്യുന്നത് ഇവർ. ത്തിലും പുഴുവൊക്കെ മാത്രം സ്റ്റോറാണ് കേട്ടോ ഇത്. ഈ റൈസ് മാത്രം കണ്ടോ സ്റ്റോർ. ഈ കണ്ടോ ഗൈസ്, ഈ മാർക്കറ്റിലെ കേട്ടോ. ഇത് മറ്റേ സോപ്പ് ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. സോപ്പ് ഇങ്ങനെ കാർവ് ചെയ്ത് വെച്ചിരിക്കുക. ഇതല്ലാത്ത ഇവിടുത്തെ ട്രഡീഷണൽ എന്തൊക്കെയോ സംഗതികളാണ്. ഇവരുടെ കൾച്ചറലി ട്രഡീഷണൽ ആയിട്ടുള്ള എന്തൊക്കെയോ സംഗതികൾ. ഇത് മൊത്തം ക്രാഫ്റ്റ് ഐറ്റംസ് ആണ്. ഇവിടുന്ന് പർച്ചേസ് ചെയ്തു കുറച്ച് സാധനങ്ങൾ കേട്ടോ. പിള്ളേർക്കൊക്കെ വേണ്ടുന്ന കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തു. ഇത് ഓർഡർ ചെയ്തു, ഒരു ഫ്രൈ ചെയ്തു ലൈവായിട്ട്.